എത്ര പേരെ കൊന്നിട്ടുണ്ടെന്നറിയോ? എന്റെ അടുത്ത് നിന്റെ കളി. നിന്റെ ഭർത്താവിനെ കൊന്നതും ഈ ഞാൻ തന്നെ. പുല്ലേ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ? ഇത് നോക്ക്, എന്റെ ജോലിയാ ഞാൻ ചെയ്തത്. എന്ത്? ഒന്നും കാണാതെ കണ്ണടച്ചിരിക്കാന്നുള്ളതാ നിന്റെ ജോലി. പുറമ്പോക്ക് സ്ഥലം കൈയടയ്ക്കുന്നും അമ്പലസ്ഥലം കൈയടയ്ക്കുന്നും പറഞ്ഞ് ഇനിയും എന്തെങ്കിലും ആവശ്യമില്ലാതെ സംസാരിച്ചു അറിഞ്ഞാൽ എനിക്ക് തലയ്ക്ക് വെളിവില്ലേ? അത് തന്നെയാണോ എന്റെ ജോലി? സർക്കാർ ഉദ്യോഗസ്ഥനോട് കളിച്ച എന്താ ഗതിയെന്ന് എനിക്കറിയാലോ. ഒരുപാടങ്ങ് വരട്ടല്ലേ വിയോ. നിനക്ക് തന്നെ ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഞാനെന്താ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണെന്ന് കരുതിയോ നീ? നീ തീരും, അതും എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ തീർക്കും. പക്ഷെ സർക്കാരിന് നീ ഒരു ആക്സിഡന്റിൽ മരിച്ചെന്ന് മാത്രമേ അറിയൂ. വേണ്ട ജേഷ്ണ, വേണ്ട. പേടിക്കണ. നീയും നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ ചെല്ല്. പിന്നെ നിന്റെ മോള് അവിടെ ഞാൻ നോക്കിക്കോളാം. അവനൊരു മൃഗവാ. നിന്റെ അച്ഛനെ കൊന്നത് ഇവനാ. നമ്മുടെ കുടുംബത്തെ തന്നെ നശിപ്പിച്ചു. അവനെ വിടരുത്. അവനെ നേരിട്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവസരം കിട്ടുമ്പോ അവനെ എങ്ങനെയെങ്കിലും കൊല്ലണം. നിന്നെ അനാഥയാക്കിട്ട് ഞാൻ പോവാണല്ലോ മോളെ. എന്തിനാ നീ ആ ജയകൃഷ്ണന്റെ അടിമയെ ജീവിക്കണമെന്ന് ചോദിച്ചില്ലേ? എന്റെ അച്ഛനെയും അമ്മയും എന്റെ കൺമുന്നിൽ തന്നെ കൊന്ന് ആ ജയകൃഷ്ണനെ എന്റെ ഈ കൈ കൊണ്ട് കൊല്ലാൻ വേണ്ടിയാ ഇത്രയും ദിവസം ഞാൻ കാത്തിരുന്നത്. അവനെ വിടാൻ പാടില്ല ഭവാനി. അവനെ നമുക്ക് കൊല്ലണം. വാ പോകാം. എടാ, ഈ കാർത്തി ഇത് എവിടെ പോയി കിടക്കുക? ഇവനെ കാണുന്നേ ഇല്ലല്ലോ. അളിയ, ഒരുപക്ഷെ ഭവാനിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. ഓടാ വിവരം കേട്ടവനെ. നമ്മൾ ഭവാനിയുടെ വീടിന് മുമ്പിൽ കൂടെ വന്ന് അവനോട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാണൂലായിരുന്നു. എടാ, നമ്മളിങ്ങനെ ചുറ്റിയടിച്ച് നടന്നോണ്ടല്ലോ, ആ ജയകൃഷ്ണൻ നമ്മളെ കണ്ടുപിടിക്കൂടാ. അത് മാത്രമല്ല, ആ ജയകൃഷ്ണനെ തട്ടാനാണ് നമ്മൾ വന്നതെന്ന് അറിഞ്ഞാ അവന്മാര് നമ്മളെ പീസ് പീസാക്കും. അളിയ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താടാ? ഇന്ന് രാത്രിക്ക് രാത്രി ആ ജയകൃഷ്ണൻ നമുക്ക് പൊക്കിയാലോ? അത് കലക്കി. ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. അവനെ കൊന്നിട്ട് കാർത്തിയോട് ചെന്ന് പറഞ്ഞാ അവൻ ഒരുപാട് സന്തോഷമാകും. അപ്പൊ റെഡിയല്ലേ? ഇന്ന് നമ്മൾ അവനെ തീർക്കുന്നു. യെസ്, വാടാ വാടാ വാടാ. ഈ ചേട്ടനോട് ചോദിക്കടാ. ചേട്ടാ, ജയേഷിന്റെ വീട് അവിടെയല്ലേ ഏട്ടാ? ചേട്ടാ, ഞാനിവിടെ ആദ്യമായിട്ടാ. നിങ്ങൾ അവിടെങ്ങാനും പോയി ചോദിക്ക്. ശരി ശരി, വാ നമുക്ക് പോകാം. ശരി ഏട്ടാ. എടാ, ഈ ഗ്രാമത്തിൽ ഒരുത്തം പോലും അഡ്രസ് നേരെ ചൊവ്വേ പറയുന്നില്ലല്ലോ. അളിയാ, എങ്ങനെയെങ്കിലും അഡ്രസ് കണ്ടുപിടിച്ച് അവനെ ഇന്ന് തന്നെ പൊക്കണം. അതിൽ യാതൊരു സംശയവും എന്റെ കൈ കിട്ടിയ ഉടനെ തട്ടണം. വേറെന്താ? വാ 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 വാ, വേം വാടാ. എടാ, എന്ത് വന്നാലും ഇന്ന് അവനെ തീർക്കണം. അവന്റെ കഥ കഴിച്ചിട്ട് നമ്മൾ മടങ്ങുന്നുള്ളൂ. ഇനി അവനെ വിടാൻ പാടില്ല. ഇന്ന് രാത്രിയോടെ അവന്റെ കഥ തീരുവളിയാ.
ഇവിടെ ഒരനക്കവും ഇല്ലല്ലോ. മൊത്തത്തില് കാട് പോലുണ്ടളിയാ. അതെളിയെ ആകെ ഇരുട്ടാണല്ലോ ഇവിടെ. എനിക്കാണെങ്കിൽ വല്ലാത്ത പേടിയും തോന്നുന്നുണ്ട്. തിരിച്ചു പോയാലോ? ആ ശരിയടാ. ആരാ? ചേട്ടാ, ഈ ജയകൃഷ്ണന്റെ വീട് ഇതല്ലേ? അത് കുറച്ച് അപ്പുറത്തല്ലേ ഉള്ളത്. അപ്പൊ ഇതാരുടെ വീടാ? ഇത് എന്റെ വീടാ. എന്താ ചേട്ടാ ഇത്? ചേട്ടന്റെ വീടാന്ന് പറഞ്ഞിട്ട് വീട്ടിലൊരു വെളിച്ചവും വെട്ടോ ഒന്നുമില്ലല്ലോ. അതെങ്ങനെ ഉണ്ടാവാനാ? ഞാൻ മരിച്ചിട്ടേ 30 വർഷം കഴിഞ്ഞു. 30 വർഷോ? പേടിയാവുന്നു. ഓടിക്കാം, ഓടിക്കാം. ഡാ, ഡാ. എന്താടാ മനസ്സിനകത്തെന്താ വലിയ മമ്മൂക്കയും മോഹൻലാലെന്നോ വിചാരം? രാത്രി എന്തിനാടാ തനിച്ചങ്ങോട്ട് പോയത്? അവരെന്തിനാ വഴക്ക് പറയുന്നേ? ഭവാനി, ഇവന്മാരെ കുറിച്ച് നിനക്ക് അറിയില്ല. ഈ രണ്ടെണ്ണമേ വളരെ അപകടകാരികളാ. അതൊക്കെ ഒരു വിവാഹം കഴിഞ്ഞാൽ ശരിയായിക്കോളൂ. വിവാഹം കഴിഞ്ഞാലോ? നാളെ രാവിലെ ജീവനോടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഞങ്ങൾ വിവാഹം കഴിക്കുന്നൊക്കെ. മച്ചു, നീ ഒരു വാക്ക് പറഞ്ഞാ മതി. ഇപ്പൊ തന്നെ മതി, നിർത്ത്. നമ്മൾ ഇപ്പോഴാ മറുജന്മം എടുത്ത് വന്നിരിക്കുന്നത്. ജയകൃഷ്ണൻ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ? മറക്കണ്ട. നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിലേ പിന്നെ തലയുണ്ടാവില്ല. ഇങ്ങനെ പേടിച്ചോണ്ടിരുന്ന ആ ജയകൃഷ്ണനെ എപ്പോഴാ കൊല്ലാൻ പോകുന്ന? നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഭവാനി. ആ ജയകൃഷ്ണനെ ഞങ്ങൾ തീർത്തോളാം. കൊറേ അങ്ങ് തീർക്കും. ഇന്നലെ രാത്രി ഞാൻ കണ്ടു നിന്റെയൊക്കെ ധൈര്യം എന്താന്ന്. ആ ജയകൃഷ്ണനെ എങ്ങനെയെങ്കിലും തനിച്ചാക്കണം. അതാ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഭവനി, മനസ്സിലായി. ഞാൻ നോക്കിക്കോളാം. ശരിയെന്നാ നമുക്ക് പോവാം. വാ. വാടാ. എന്താടാ അണ്ണാ, ഞങ്ങൾക്കൊരു ചെറിയ തെറ്റ് പറ്റിപ്പോയി അണ്ണാ. എന്തു പറ്റിയെന്നീ പറയുന്നേ? ആ 3 പിള്ളേരെ തല്ലി ചതച്ചായിരുന്നില്ലേ? ഏത് 3 പേരെ കുറിച്ച് അയ്യോ അണ്ണാ, ഭവാനിയുടെ കൂടെ കറങ്ങി നടന്നായിരുന്നില്ലേ അവന്മാര് തന്നെ. അവന്മാര് രക്ഷപ്പെട്ടു കളഞ്ഞണ്ണ. അവരെങ്ങനെ രക്ഷപ്പെട്ടു?